ദുരന്തബാധിതരോട് എന്തുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുന്നില്ല എന്ന ചോദ്യമുണ്ട്. ദുരന്തബാധിതരെ ഞാൻ അപമാനിച്ചാലല്ലേ അവരോട് മാപ്പ് പറയണ്ടു. ഞാൻ അന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ മീഡിയേറ്റേഴ്സ് നമ്മളൊന്നും വലിയ ആൾക്കാരൊന്നും ആയിട്ടല്ല കേട്ടോ. നമ്മൾ ഈ പരിപാടിയുടെ സ്വഭാവം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. ഉടനെ അഭിസംബോധന ചെയ്യുകയാണവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചില ബുദ്ധിജീവികളുമുണ്ട്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ അവരോടാണ് സംസാരിച്ചത്, എനിക്ക് അവരോടേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊന്നും തോന്നേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെയല്ല പറഞ്ഞതെന്ന് ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവേണ്ടവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ആളുടെ ബൈറ്റ് എടുത്തുകൊണ്ട് മോശമാക്കിയപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നോട് പിണക്കമില്ല. പിന്നെ ഞാൻ ആരോട് മാപ്പ് പറയണം? ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായ ഇതിന്റെ വലിയൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് അച്ഛനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ, അതിശക്തമായ അധിക്ഷേപങ്ങൾ ഉണ്ടാവുന്നു. അതായത് അത് ഒരു നിലവിട്ട് ഒരു കള്ളം പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ അത് എത്തുന്നു എന്നുള്ളതാണ്. അതായത് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്ന് പറയുന്ന ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന വ്യക്തി ദേശാഭിമാനിയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്, ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം PM മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ തിരുത്തുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയുമാകുന്നുണ്ട്. ഈ പറയുന്ന സൈബർ സംഘങ്ങൾക്ക് അത് തിരിച്ചടിയാവുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന നോക്കൂ, നേരത്തെ തന്നെ സ്മൃതി പരുത്തിക്കാടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം സിദ്ധാർത്ഥൻ പരുത്തിക്കാട് കൂടി കടന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ കണക്ട് ചെയ്യുന്നതും അദ്ദേഹത്തെ കൂടി അവഹേളിക്കുന്നതുമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നല്ലോ. അതിനെങ്ങനെയാണ് കാണുന്നത്? ഉറപ്പായിട്ടും വിഷമം ഉണ്ടാവുമല്ലോ. ഇത് ഇപ്പം മാത്രമല്ല, നേരത്തെയും എൻ്റെ അച്ഛനെതിരെ മോശമായി പരാമർശങ്ങൾ വരാറുണ്ട്. CPM-നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, CPM-ന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വരുന്ന ഒരു വിമർശനം, BJP-യിൽ നിന്ന് വരുന്ന വിമർശനം CPM-ന് അതത്ര പ്രശ്നമല്ല. അതായത് CPM-ന്റെ ഭാഗമായി നിന്ന് അതിൽ നിന്ന് അകന്നു പോയവർ വിമർശിക്കുമ്പോൾ അവർക്ക് കൊള്ളും, വല്ലാതെ പൊള്ളും. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ ദേശാഭിമാനിയിൽ നിന്നും കൃത്യമായി ജോലി ചെയ്ത് അതിനുശേഷം റിട്ടയർ ആയി പോയ മനുഷ്യനാണ്. അതിനുശേഷം പാർട്ടിയോട് അകലം പാലിച്ചു എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ടെനറിൻ്റെ അവസാന കാലമായപ്പോഴേ തന്നെ അദ്ദേഹം അത് പ്രകടമാക്കിയിട്ടുള്ളത്. അദ്ദേഹം MN വിജയനുമായി അടുത്ത് നിന്ന വ്യക്തിയാണ്. വിജയമാഷോട് പാർട്ടി എങ്ങനെയാണ് അവസാനം പെരുമാറിയതെന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയോട് അകന്നിട്ടുണ്ട്. പിന്നെ എഴുത്തുകാർ, ഇപ്പോൾ വലിയ എഴുത്തുകാരായ VR സുധീഷ് ആകട്ടെ, സന്തോഷ് കുമാർ ആകട്ടെ, ഇപ്പോൾ ജീവനോടെയില്ല TV കൊച്ചുബാവയാവട്ടെ, ഇവരൊക്കെ അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ളതും നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ അനുഭവമുണ്ട്. എഴുത്തുകാരൊക്കെ ഞാൻ ഇന്നും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ, എൻ്റെ ചെറുപ്പകാലത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേ പേരെങ്കിലും ഇതൊക്കെ കണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ വന്നു. ഇപ്പോൾ OP സുരേഷാണ് ആദ്യം പ്രതികരിച്ചത്. OP സുരേഷ് ദേശാഭിമാനിയുടെ മാനേജറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കോഴിക്കോട് യൂണിറ്റിൻ്റെ. അദ്ദേഹം പക്ഷേ അന്നും ഈ മാനേജ്മെൻറ്റ് വിഭാഗത്തിലാണ് പണിയെടുക്കുന്നത്. അത് കവിതയൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ട് അങ്ങനെ പേഴ്സണൽ അടുപ്പമുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് PM മനോജിന് പോലും അത് ഒരു തിരുത്തിക്കൊണ്ടുള്ള പ്രതികരണം നടത്തേണ്ടി വന്നത്. ഈ പ്രതികരണങ്ങൾ നടത്തുന്ന ആരാണ്? ഇവർക്കൊന്നും ദേശാഭിമാനിയായിട്ടും ബന്ധമില്ല, പാർട്ടിയുമായിട്ടും ബന്ധമില്ല. ഏതൊക്കെയോ ചാവേറുകളായി പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളാണ്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, CPM പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടാലും നിയന്ത്രിക്കില്ല. അതങ്ങനെ പോട്ടെ, ഇത് ഞങ്ങൾ ചെയ്യാത്ത ഇവരങ്ങ് ചെയ്യട്ടെ എന്ന രൂപത്തിൽ മാറി നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ഒരൊറ്റ വനിതാ നേതാവ്, ഒരു സിംഗിൾ മെസ്സേജ് എനിക്കൊരു വനിതാ നേതാവിൽ നിന്ന് വന്നില്ല എന്നുള്ളത്. ഇന്നലെ വൈകിട്ട് എനിക്ക് ഒരു നേതാവിൻ്റെ ഭാര്യയുടെ മെസ്സേജ് എനിക്ക് പേഴ്സണലായി മെസ്സഞ്ചറിൽ വന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് വന്ന മെസ്സേജാണ് കേട്ടോ. ഞാൻ അവരുടെ പേര് പറയാത്തത് എന്താണെന്നറിയോ? ഞാൻ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് കുഴപ്പമാവും. കാരണം എന്നെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ അവർക്കത് കുഴപ്പമാവുന്നുള്ളതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഞാനത് നന്ദിയോടെ ഓർക്കുന്നു ആ പ്രതികരണത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോഴത്തേക്കും കുറച്ച് പേരെങ്കിലും ഒക്കെ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. നമ്മൾക്കിപ്പോൾ ഇവർ എല്ലാവരും പിന്തുണച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരണം എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ട് എന്ന് പറയുന്നവർ ആ സ്ത്രീപക്ഷ നിലപാട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാകണം, ഞങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കുന്നവരാവരുത് എന്ന നിലയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ പരുത്തിക്കാടിനെ പറ്റി പറയുമ്പോൾ തന്നെ PM മനോജ് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പിന്നെ പാർട്ടി അംഗത്വം പുതുക്കിയില്ല. ശേഷം അദ്ദേഹം പാർട്ടി വിരുദ്ധർക്കൊപ്പമായിരുന്നു സഹവാസം എന്നുകൂടി ഒരു പരാമർശം നടത്തുന്നുണ്ട്. പാർട്ടി വിരുദ്ധം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പോയ കുറേ എന്തായാലും പറയാം, വിജയമാഷുമായി അടുത്ത് നിന്ന ആൾക്കാർ, ഇപ്പോൾ ഡോക്ടർ ആസാദ് ഉണ്ട്, അപ്പുക്കുട്ടൻ വള്ളിക്കുന്നൊക്കെ അച്ഛൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ്. അതൊക്കെ ഏത് കാലത്തുള്ള ബന്ധമാണ്? അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവില്ലേ? ഇതൊക്കെ സഹവാസം കൊണ്ട് ഈ പാർട്ടിക്കെതിരെ എവിടെയെങ്കിലും പ്രതികരണം നടത്തുകയോ പ്രസംഗിക്കാൻ പോവുകയോ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അച്ഛന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു പ്രതികരണത്തിനൊന്നും പോയിട്ടില്ല. ഞാൻ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രായമായി 80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചേക്കുക? എന്നെ പറയാനുള്ളത് എന്നോട് പറയുക. ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ അതിനെ എതിർത്ത് ഇപ്പോൾ പ്രതികരിക്കാൻ PM മനോജ് വന്നു എന്നുള്ളത് വലിയ സന്തോഷം, നന്ദിയുണ്ട്.